വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓട്സ് വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഡിന്നറായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലും ഓട്സും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു കംപ്ലീറ്റ് ഫുഡാണെന്ന് നമുക്കിത് പറയാം. അപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡിന്നറിനായാലും ഇതൊരു നേരത്തെ ഒരു 7 മണി 8 മണിക്കുള്ളിലൊക്കെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഡിന്നറിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ഫുഡാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ബൗളിൽ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വയറ് നിറയുകയും ചെയ്യും, പിന്നെ വിശക്കുകയില്ല. അപ്പോൾ അത്രയും പോഷക ഗുണങ്ങളുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അമിതവണ്ണം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് ഡെയിലി കഴിക്കാം കേട്ടോ. ഒരു മാസമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഒരു ചെറിയ ബൗളിലേക്കാണ് ആദ്യം ചേർത്തിട്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് ക്വേക്കറിൻ്റെ ക്യുക്ക് ഓട്സ് ആണ്. അതാകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത് കുതിരാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കളറൊന്നും ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ വേറൊരു പാത്രത്തിലായിരുന്നു ഓട്സ് ഇട്ടത്. അപ്പോൾ അത് പാത്രം ചെറുതായതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുത്തു. അപ്പോൾ അതിലുള്ള ബാക്കി ഓട്സ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. വെള്ളം ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കുതിരാൻ വെച്ചതാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം കണ്ടില്ലേ, ഇത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റാം. ഇനിയിപ്പോൾ ഇതാ നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഡയറക്റ്റായിട്ട് ഓട്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. അപ്പോൾ ഓട്സ് കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കട്ടിയായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആയി കഴിഞ്ഞാൽ വേഗം ഇത് എന്താ പറയുക കട്ട പിടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് പെട്ടെന്ന് തന്നെ കട്ടിയായി പോകുന്നുള്ളത്. അപ്പോൾ ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ പാല് ചേർക്കുന്നവരുണ്ട്. അതുപോലെ പാല് ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫാറ്റ് മിൽക്ക് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഫുൾ ഫാറ്റ് എടുക്കരുത്. പ്രത്യേകിച്ച് വണ്ണം കുറക്കുന്നവർക്കാണെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് എടുക്കാം. അല്ലെങ്കിൽ ബദാം മിൽക്ക്, കാഷ്യൂനട്ട് മിൽക്ക്, സോയ മിൽക്ക് ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഓട്സ് ഇതാ നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലോ ഫാറ്റ് മിൽക്കാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പാല് കുറച്ചൊന്ന് അധികം നിൽക്കുമ്പോഴേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ചളവിലൊക്കെ പാല് ചേർക്കുന്നവരുണ്ട് അല്ലേ. നമ്മൾ ആ ഒരു പാലിൻ്റെ ആ ഒരു കൊഴുപ്പും കൂടി ശരീരത്തിന് വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഓട്സ് മാത്രമായിട്ട് കുടിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ പാല് കുറച്ചൊന്ന് എന്താ പറയുക കൂടുതൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ പാലും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് കട്ടായി പോകേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് കുറുകും. അപ്പോൾ ഇത് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകാനും മേലെ പാൽപ്പാടിയും ഊറി നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബദാമും കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട്. പിസ്ത ഉണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ. വാൽനട്ട് അതൊക്കെ എടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഓട്സ് ഞാനിവിടെ ഒന്ന് തണിച്ചെടുക്കുകയാണ്. അപ്പോൾ തണുക്കുമ്പോൾ കണ്ടില്ലേ കുറച്ച് നല്ലോണം കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർക്കുമ്പോൾ അതൊന്ന് ഇത്തിരി ലൂസാകും. അതുപോലെ ഫ്രൂട്ട്സായിട്ട് ഞാൻ എടുത്തത് റോബസ്റ്റേൻ്റെ ഒരു കഷ്ണമാണ്. അതൊന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആപ്പിളും പിന്നെ അനാറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമുക്കിനി നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നട്ട്സും അതുപോലെ തന്നെ സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് ഫുഡായി തന്നെ പറയാം. സൺഫ്ലവർ സീഡ്, അതുപോലെ മെലൺ സീഡ്, പംകിൻ സീഡ്, ഒരുപാട് സീഡ്സ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ചിയ സീഡ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അതുപോലെ ഫ്ലാക്സ് സീഡ് ഉണ്ടെങ്കിൽ അത് വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വറുത്ത് പൊടിച്ചിട്ട് ഇടണം, അല്ലാതെ പച്ചക്ക് ഇടരുത്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്നിട്ട് കൊടുത്താലും നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സും അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള പാലിൽ ചേർക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെയാണോ അതൊക്കെ എടുക്കാം. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ നേരത്തെ നന്നായിട്ട് തണുപ്പിച്ച നമ്മുടെ ഓട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ തണുത്തതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടി തണുപ്പിച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടോ അങ്ങനെയെങ്കിലും തണുപ്പിച്ചിട്ടെങ്കിലും ചേർത്താൽ മതി. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഒരു തണുപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. നമ്മൾ ഐസ്ക്രീം ഒക്കെ കുടിക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കുടിക്കാം, കുട്ടികൾക്ക് വേണമെങ്കിലും കുടിക്കാം. അപ്പോൾ ഇതാ ഓട്സ് ചേർത്തിട്ട് നല്ലപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മധുരത്തിന് വേണ്ടി ഇതിലൊന്നും ചേർത്തിട്ടില്ല, പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറക്കാനൊക്കെ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മധുരം വേണം നിർബന്ധമുള്ളവർക്ക് മാത്രമാണെങ്കിൽ ഒരു ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കാം, പൊടിച്ച ശർക്കര. അതുപോലെ തന്നെ നമുക്കിതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറുത്ത മുന്തിരി മധുരമുള്ളതാണ്. അതുപോലെ ആപ്പിള്, പഴം, പിന്നെ അനാറ് ഒക്കെ മധുരമുള്ളതാണ്. ഇതെല്ലാം ഓരോ നമ്മൾ വായിലിങ്ങനെ കഴിക്കുമ്പോഴും ഓരോ സ്പൂൺ വായിലകത്താക്കുമ്പോഴും ഓരോ കഷ്ണം ഇങ്ങനെ കടിക്കുമ്പോഴും അത് അത്യാവശ്യം മധുരം എന്തായാലും ഉണ്ടാകും. അതുപോലെ ഡേറ്റ്സ് ചേർക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒരു മധുരം കിട്ടുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ ഡേറ്റ്സ് ചേർക്കാം. ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലോണം ഫൈബറും അതൊക്കെ അടങ്ങിയിരിക്കുന്നതാണ്. അയണിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചേർക്കാം.
അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ബാക്കി വെച്ച ആ ഒരു ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇതിൻ്റെ മേലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയല്ലേ, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. അനാറൊക്കെ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു പാലിൽ ഇങ്ങനെ ആ ഒരു റെഡ് കളറിൽ കിടക്കുമ്പോൾ നല്ല കാണാനും ഭംഗിയാണ്. അതുപോലെ തന്നെ കുട്ടികളും നല്ല ഇതുപോലെ തന്നെ കഴിക്കുകയും ചെയ്യും. നല്ലൊരു ഫുഡല്ലേ. അപ്പോൾ നമുക്ക് രാവിലെ കുട്ടികൾക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ലേറ്റ്, എന്താ പറയുക, ഉറങ്ങി എണീക്കാൻ ലേറ്റ് ആയിട്ടും അങ്ങനെയൊക്കെ ആ സമയത്ത് നമുക്കിത് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന ഐറ്റം അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്